ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വാർത്ത എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൈംസിനെ ഉദ്ധരിച്ചാണ് നമ്മളത് പറഞ്ഞത്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്രീക്കിൽ വലിയ സൈനിക നീക്കം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു. 3000 സൈനികരെ അവിടെ ഇറക്കിയിരിക്കുന്നു. വ്യോമപ്രതിരോധ സംവിധാനം, റഡാറുകൾ എല്ലാം തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും നമ്മുടെ കരസേനാ മേധാവി വമ്പൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കരസേനാ മേധാവി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 നിർത്തിവെച്ചിട്ടില്ല, ഇനി അത് തുടങ്ങാൻ പോവുകയാണ്, എന്തായാലും ഉണ്ടാകും. അതായത് എക്സാക്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇനി തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തീരില്ല എന്നാണ് പറഞ്ഞത്. സിന്ദൂർ നടന്നപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചിരുന്നു എന്ന് അമേരിക്ക പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്കയോട് പാകിസ്ഥാൻ അപേക്ഷിച്ചു അത്രേ, കാരണം ഇന്ത്യയോട് ഒന്ന് പറയൂ ഇതൊന്ന് നിർത്തിത്തരാൻ എന്ന് അപേക്ഷിച്ചു അത്രേ. എന്നിട്ട് ഇന്ത്യ നിർത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ നേരിട്ട് വന്ന് നമ്മുടെ കാല് പിടിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു ഡ്രോൺ അറ്റാക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇപ്പോ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്നാമത് ഇറാൻ നമ്മുടെ മധ്യേഷ്യ ഹൈ ടെൻഷൻ മോഡി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുകയാണ്, നേപ്പാളി കലാപം നടക്കുകയാണ്, ചൈന തായ്വാനിലേക്ക് അധിനിവേശം നടത്താനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലായിടത്തും ഒരു ഹൈ ടെൻഷൻ മൂഡാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും സമാനമായിട്ടുള്ള രീതി തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചർച്ച ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, അറബ് നാറ്റോ ഈ പാകിസ്ഥാനും സൗദിയും ചേർന്നുള്ള ഒരു പാക്ട് ആണ്. അതായത് പാകിസ്ഥാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി വരും, സൗദി ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരും എന്നുള്ളൂ. പക്ഷെ നമ്മൾ അന്നത് വളരെ ഗൗരവത്തിൽ എടുത്തില്ല. കാരണം സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ കിട്ടാനും പാകിസ്ഥാനെ മുന്നിൽ ചാവേറാക്കി നിർത്താനുമുള്ള ഒരു പരിപാടിയാണ്. കാരണം സൗദി ഇത്രയ്ക്ക് പണമുള്ള ഒരു രാജ്യം പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വരുമെന്നും അടി ഏറ്റുവാങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം സൗദിക്ക് ഡാമേജ് ഉണ്ടാവുകയുള്ളൂ പാകിസ്ഥാനെയൊക്കെ സംരക്ഷിക്കാൻ നിന്ന. നമ്മുടെ മുനീർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പർ ലോറിയാണ്, ചരല് കയറ്റിയ ഒരു ലോറി. സൗദി അങ്ങനെയല്ല, സൗദി എന്ന് പറഞ്ഞാൽ ഒരു ലംബോർഗിനിയാണ്. അപ്പൊ അതുപോലെയാണ് കാര്യം. അപ്പോൾ നമ്മളന്ന് വളരെ പുച്ഛിച്ച് തള്ളി. അതിനുശേഷവും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഫൈറ്റ് ഉണ്ടായപ്പോൾ, ഈ അറബ് നാറ്റോയിൽ ഒപ്പിട്ടതിന് ശേഷം ഫൈറ്റ് ഉണ്ടായപ്പോഴും സൗദി ആ ഏരിയയിൽ കണ്ടില്ല. സൗദി പറഞ്ഞത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങൾ തമ്മിൽ നല്ലപോലെ ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും എന്നാണ് സൗദി ആ സമയത്ത് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾ വന്ന് പാകിസ്ഥാൻ രക്ഷിക്കുമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോ ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തുർക്കി ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 3 ശക്തികളുടെ ഒരു യൂണിയനായി അറബ് നാറ്റോ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് പാശ്ചാത്യ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സൗദിയുടെ ധനസഹായം, തുർക്കിയുടെ സൈന്യം, പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ, ഈ അറബ് നാറ്റോയിലെ ഒരേ ഒരു ആണവ ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ അറബ് നാറ്റോയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സാധ്യതയുള്ള കൂട്ടായ്മകളെ 3 രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി കാണാം. അവർ ഈ സഖ്യത്തിന്റെ ബാങ്കറായി മാറും. സൗദിയിലെ പണം വലിയ ആധുനിക ആയുധങ്ങൾക്കും സൈനിക പ്രചാരണങ്ങൾക്കും ധനസഹായം നൽകും. ഒരു ആണവായുധ രാജ്യമെന്ന നിലയിൽ ആണവായുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ തുർക്കിയുടെ സൈന്യം. 3 രാജ്യങ്ങളുടെയും നാവിക മേധാവികൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അങ്കാറയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനകം തന്നെ തുർക്കി പാകിസ്ഥാന് F-16 ജെറ്റുകൾ നവീകരിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് തുർക്കി. ഈ സഹകരണം വെറും ദ്വികക്ഷി എന്നതിൽ നിന്ന് ത്രികക്ഷി സൈനിക തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിഫൻസ് വിദഗ്ധർ, പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള സാഹചര്യം സ്ഫോടനാത്മകമായി മാറിയതിനാൽ ഇന്ത്യ ഈ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു സമയത്ത് പാകിസ്ഥാൻ ലഭിക്കുന്ന സൈനിക പിന്തുണ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ് എന്നാണ് അവർ പറയുന്നത്. അറബിക്കടലിലും ഇന്ത്യ മഹാസമുദ്രത്തിലും ഈ 3 രാജ്യങ്ങളുടെ നാവിക പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഈ അറബ് നാറ്റോ ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അറബ് നാറ്റോ എന്ന് പറഞ്ഞ് ഇപ്പോൾ പൊക്കി കാണിക്കുന്നതും. തുർക്കി ഇതിനകത്ത് വന്ന് ചേർന്നിരിക്കുന്നു. അപ്പോ ഈ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ അറബ് നാറ്റോയുമായി ഇന്ത്യ ഏറ്റുമുട്ടേണ്ടി വരുമോ? എന്താണ്? ഞാൻ 3 വാർത്തകളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ, അതായത് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ നമ്മൾ ഈ ചെയറിൽ ഇരിക്കുന്ന ഈ സമയം വരെ നമ്മുടെ രാജ്യത്തിനെ ബാധിക്കാവുന്ന 3 വലിയ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കരസേനാ മേധാവി ദ്വിവേദി അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞത് വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ലൈവ് നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 88 മണിക്കൂർ കരസേന തയ്യാറായെടുത്തിരിക്കുകയായിരുന്നു. അതായത് പാകിസ്ഥാൻ ഒതുങ്ങില്ലാതെങ്കിൽ ഇടിച്ച് ഞങ്ങൾ അകത്ത് കയറിയാനെ എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഡയലോഗ് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. അന്ന് കരസേനാ മേധാവി അല്ല അത് പറഞ്ഞത്, നമ്മുടെ ശ്രീമാൻ രാജ്നാഥ് സിംഗ് ആയിരുന്നു അത് പറഞ്ഞതെന്ന് മാത്രം. ഇന്നലെ കരസേനാ മേധാവി പറഞ്ഞു, ഇനി ഒരു അടി നടന്നാൽ, ഇനി യുദ്ധം നടന്നാൽ അത് ഇപ്പോഴൊന്നും തീരില്ല എന്ന്.
മുൻപ് ഇതേപോലെ തന്നെ നമ്മുടെ വ്യോമസേനാ മേധാവി പറഞ്ഞു 5 വർഷത്തേക്ക് നാം കരുതലെടുക്കേണ്ടി വരും, ഒരുപക്ഷെ 5 വർഷം വരെ നീണ്ടേക്കാം. രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇനി വരാൻ പോകുന്നത് ചെറുതല്ല, നീണ്ടുപോയേക്കാമെന്ന്. ഇവിടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. കാരണം ഈ യുദ്ധം ആഗ്രഹിക്കുന്നവരൊക്കെ മൊബൈലിൽ കണ്ട് വീട്ടിൽ കിടന്ന് സൂചിച്ചുകൊണ്ടിരിക്കും, കൊള്ളാം, അടിച്ചു ഇടിച്ചു, അങ്ങോട്ട് വീണു ഇങ്ങോട്ട് വീണു എന്നൊക്കെ. പക്ഷെ പെട്രോളിന് ഒരു 10 രൂപ കൂടുമ്പോൾ അവിടെ തീരും കാര്യങ്ങൾ. ഇല്ലെങ്കിൽ പെട്രോളിന് ഒരു ഷോർട്ടേജ് വരുന്നു. യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കരുതൽ എണ്ണയിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ പമ്പുകൾ 100 പമ്പ് ഉണ്ടെങ്കിൽ 25 പമ്പേ ഓപ്പൺ ആകത്തുള്ളൂ, ബാക്കി 75 അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാം കാണുന്നതാണത്. വന്നു കഴിഞ്ഞാൽ റോഡിൽ എല്ലാവരും വണ്ടിയും തള്ളിക്കൊണ്ട് ക്യൂ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സുഖമൊന്നും കിട്ടില്ല. അന്നേരം ചീത്ത വിളിക്കാൻ തുടങ്ങും, അല്ലെ? മോദിയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. ഇപ്പം ലോകത്തുള്ളടത്ത് എന്ത് വിഷയം നടന്നാലും മോദി ഇടപെടണമെന്നാണ് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് കുടുംബ വഴക്ക് നടന്നാൽ പോലും പുള്ളി ഇടപെടണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ യുദ്ധം കണ്ട് രസിക്കണം, അതാണ് അതിനകത്ത് ഒരു രീതി. അപ്പം അതുണ്ടാകാതിരിക്കട്ടെ. ഏതായാലും അതുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കാരണം സക്രീക്കിൽ 3000 സൈനികരല്ല ധനുഷേ, 3000 സൈനിക ഓഫീസർമാരെയാണ് കൊണ്ടുവരിക്കുന്നത്. ആ 3000 സൈനിക ഓഫീസർമാർ എത്തുക എന്ന് പറയുമ്പോൾ അതിന് കീഴിൽ എത്രത്തോളം സൈനികരുണ്ടാകും? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറൈൻ വിഭാഗത്തെ കൂടി അവർ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ 8 അന്തർവാഹിനികളുടെ ഓർഡറാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. അതിൽ 3 ചൈന നിർമ്മിക്കും, 1 പാകിസ്ഥാൻ തന്നെ നിർമ്മിക്കും, 4 തുർക്കിയാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ തുർക്കിയാണ് ഇപ്പം ഈ ഏരിയയിലൊക്കെ ആയുധ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചാൾക്ക് മുമ്പായിരുന്നു ബംഗ്ലാദേശിന് അവരെന്തോ ഒരു ആയുധം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, കൊടുത്തിട്ടില്ല. കാരണം തുർക്കിയുടെ പഴയ F-16 ഒരുപാട് കാണും എന്ന് തോന്നുന്നു. കാരണം അമേരിക്കയിൽ നിന്ന് കിട്ടിയതുണ്ടാവും, അത് കൊടുത്തിട്ട് പുതിയതിനുള്ള, കാരണം F-35 വാങ്ങാൻ പോവാണ് തുർക്കി. അപ്പം F-16 അങ്ങനെ കൊടുക്കുന്നതായിരിക്കും, കാലം ചെന്ന സാധനങ്ങളായിരിക്കാം. പാകിസ്ഥാൻ ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഒരു വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാൻ ബംഗ്ലാദേശിന് അവരുടെ യുദ്ധവിമാനങ്ങൾ JF-17 അത് വലിയ തോതിൽ വിൽക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം. ഈ വിമാനം വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അങ്കലാപ്പിന്റെ കാര്യമില്ല. കാരണം ഈ വിമാനങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഒരു കാലാവധി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും വിമാനം വാങ്ങുന്നത് വെച്ചാൽ നിങ്ങൾ ഉള്ള കാലം ഞങ്ങൾക്ക് ഈ വിമാനം തരണമെന്നല്ല ഇന്ത്യ പറയുന്നത്. നിങ്ങൾ ആദ്യ ബാച്ച് നിങ്ങൾക്ക് തരൂ, പിന്നെ രണ്ടാമത്തെ ബാച്ച് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നതിന് കാരണം ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ആയുധ മേഖല എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികം അനുസരിച്ചായിരിക്കും ആ രാജ്യത്തിന്. ഇപ്പോൾ തന്നെ നമുക്ക് ബ്രഹ്മോസിന്റെ ചെറിയ പതിപ്പ് ഇപ്പോൾ നമ്മൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ കുറഞ്ഞ റേഞ്ച്. അതായത് നമ്മുടെ വലിയ പതിപ്പ് എല്ലാ രാജ്യങ്ങൾക്കും വാങ്ങാൻ കഴിയില്ല. അപ്പൊ കുറഞ്ഞതും വേണ്ട ആൾക്കാർക്ക്. ഇപ്പൊ നമ്മളിപ്പോ കാർ കമ്പനികളൊക്കെ കണ്ടിട്ടുണ്ട്. കാർ കമ്പനികളുടെയൊക്കെ പല മോഡലാണ് ഇറക്കുന്നത്. ഫുൾ വേർഷൻ വേണമെങ്കിൽ 20 ലക്ഷം കൊടുക്കണം, എന്നാൽ ബേസ് വേരിയന്റ് മതിയെങ്കിൽ 13 ലക്ഷം മതിയാകും. പക്ഷെ രണ്ടും കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതുപോലെ തന്നെയാണ് ഈ കച്ചവടവും തന്നെ. അപ്പൊ ഇവർ വാങ്ങിയ ആയുധങ്ങളുടെ ഈ പഴക്കം കൂടുന്തോറും പിന്നെ ഇത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പഴയ ഇത് കണക്കുള്ള ദരിദ്ര രാജ്യങ്ങൾക്ക് കൊടുക്കുക, ഒരു കരാർ അങ്ങ് ഒപ്പിടിക്കുക. ഈ പൈസ കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലും നഷ്ടമൊന്നുമില്ല, അവിടെ കിടന്ന് നശിക്കാതിരിക്കുമല്ലോ. ഇവിടെ ഈ രാജ്യത്ത് ബംഗ്ലാദേശിലൊക്കെ F-16 കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷവും പൂരവും വരെ അവർ നടത്തും. കാരണം അവരെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമായിട്ട് വരും. ഈ തുർക്കി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അങ്ങനെയാണ്. തുർക്കിക്ക് ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള S-400 നിങ്ങൾ കൊടുക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് F-35 തരാം. അങ്ങനെ S-400 കൊടുക്കാൻ പോയപ്പോഴാണ് അന്ന് ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഇന്ത്യക്ക് കൊടുക്കാൻ പോകണം. ഇന്ത്യ ഒരിക്കലും അത് വാങ്ങില്ല, അവിടെ നിന്ന് തരും. കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ തന്നെ നേരിട്ട് കിട്ടുകയും നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് തുർക്കി തരുന്ന സാധനം നമ്മളെന്തിനാണ്. ചിലപ്പോൾ അത് പാകിസ്ഥാന് കൊടുത്തേക്കുമായിരിക്കും, ഒരു ഷോ ആയിട്ട് അവിടെ ഇരിക്കും. ഷോ പീസ് ആണല്ലോ സാധനം. F-35 അവിടെ വരുന്നുണ്ട്, പുതിയ ആധുനിക യുദ്ധവിമാനങ്ങൾ തുർക്കിയിലൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ പിന്നെ തുർക്കിക്ക് പഴയ അവരുടെ സാധനങ്ങളൊക്കെ പാകിസ്ഥാൻ കൊടുക്കുന്നു, പാകിസ്ഥാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് ഈ ബംഗ്ലാദേശിൽ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ചെയിനാണ് ഈ സാധനം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളില് ഈ ബീഹാറിൽ നിന്ന് വെള്ളം പൊങ്ങി എന്നൊക്കെ പറഞ്ഞൊരു കാർഡുമായിട്ടൊക്കെ ആളുകൾ വരുമായിരുന്നു. അപ്പം നമ്മൾ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ, അതായത് പഴകിയ നമ്മുടെ വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കുമായിരുന്നു, അല്ലെ? അവരത് വാങ്ങിക്കൊണ്ടു പോയത്. ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പണ്ട് നമ്മുടെ വെള്ളം പൊങ്ങി ഉടുതുണിയില്ല എന്തെങ്കിലും തരണേന്ന് പറഞ്ഞിട്ട് ആ സ്ഥിതി തന്നെയാണ് ഇത്. ഈ മനുഷ്യരും രാജ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ കാര്യം അങ്കാറയിൽ നടന്ന യോഗമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ യോഗമാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു സൗദിയുടെ പണം. ഈ അറബ് നാറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൗദി അറേബ്യ പ്രത്യക്ഷത്തിൽ ഒരു യുദ്ധത്തിനും വരില്ല. കാരണം അവര് യുദ്ധത്തിൽ പോയി നശിക്കാനിരിക്കുന്ന രാജ്യമല്ല അവര്. കാരണം അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യം. അവരൊരു വലിയ ഫണ്ട് കൊടുക്കും. പണമാണല്ലോ പാകിസ്ഥാൻ ഇല്ലാത്തത്, തുർക്കിക്ക് ഇല്ലാത്തതും പണമാണ്. പണം ഇവിടുന്ന് കൊടുക്കും. തുർക്കി അവരുടെ സൈന്യത്തെ നവീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് എല്ലാത്തിനും ഇറങ്ങിപ്പുറപ്പെടും. ഇല്ലെങ്കിൽ തന്നെ എവിടത്തെ എന്ത് പ്രശ്നത്തിനും തലയിടുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്കി. പാകിസ്ഥാൻ ഇവിടെ നിൽക്കുന്നത് അവർ ആണവ രാജ്യം എന്ന നിലയിലാണ് അവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ കരസേനാ മേധാവി ദ്വിവേദി തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആണവ ഹുങ്കൊക്കെ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ തീർത്തിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ. നമ്മളും ഭയന്നിരുന്നു.
ഇവരിൽ ആണവായുധം ഉണ്ടായിരുന്നോ, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമോന്ന്. പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ അവിടെ വീമ്പിളക്കം നിർത്തിയിരുന്നു. ശ്രീമാൻ നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നടന്ന റാലിയിൽ അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇനി ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ അതാ എക്സാക്ട്ലി ആ ഡയലോഗ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ആണവ ഊർജമുണ്ട്, ആണവ ആയുധ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ആയുധ വികസനം അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ പാകിസ്ഥാൻ എപ്പണ്ടേ വാരി ഇട്ടേനാവന്മാരത്. പക്ഷെ അപ്പൊ അത് ഇല്ലാന്ന് മനസ്സിലാക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, മർമ്മത്ത് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പക്ഷെ ഈ ടെക്നോളജിയാണ് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടത്, അതല്ലാതെ പാകിസ്ഥാന്റെ ആണവ ആയുധമല്ല. ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യാം. ആ ഒരു ബലത്തിലാണ് ഈ 3 പേരുടെ സഖ്യം അങ്ങനെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ അവരുടെ നാവിക സേന ഉൾപ്പെടെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കിയുടെ നാവിക കപ്പലുകൾ പാകിസ്ഥാനിൽ വന്നിരുന്നു. അവിടുന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പായിരുന്നത്. വൈകിയും അതിൽ നിന്ന് ധാരാളം വസ്തുക്കൾ ഇറക്കുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ അടിക്കടി ഇപ്പൊ 2ാമത്തെ ദിവസമാണ് ഇന്നലെ വൈകുന്നേരം 6:35 കൂടി നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം എന്നല്ല, ഡ്രോൺ കടന്നു വന്നു, നമ്മുടെ അതിർത്തി കടന്ന് 5ഓളം ഡ്രോണുകളാണ് വന്നത്. നമ്മുടെ സേന വെടിവെച്ചു. ഇതിപ്പോ 2ാമത്തെ ദിവസം തുടർച്ചയായിട്ട്. അതിന് മുമ്പത്തെ ദിവസം വന്നിരുന്നു, ഇന്നലെ വന്നിരുന്നു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത് അത് പ്രകോപനമാണ്, ചൊറിയുക. പാകിസ്ഥാനിൽ ഇപ്പോൾ ചൊറിയുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന വിഷയങ്ങൾ, ഇറാൻ വിഷയം ഉൾപ്പെടെ പാകിസ്ഥാനിൽ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണം. 2, സാമ്പത്തിക ആവശ്യമുണ്ട്. സൗദിയെ പോലുള്ള രാജ്യങ്ങളില്ല, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത് വേണം. മറ്റൊന്ന്, അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് നിലവിൽ പാകിസ്ഥാനിലുണ്ട്. അവർ പരിശീലനത്തിനാണ് വന്നിരിക്കുന്നത്. പരിശീലനത്തിനാണോ ഇറാനെ അടിക്കാൻ വന്നാണോ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ വന്ന് കിടക്കുന്നു. ഇങ്ങനെയൊക്കെ എല്ലാം അവർക്ക് കളം തെളിഞ്ഞു കിടക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു. അപ്പം നമ്മളതൊന്ന് ചൊറിയുക, നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതൊരു യുദ്ധമാക്കി മാറ്റുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇറാനെ അറ്റാക്ക് ചെയ്യുകയും ഇറാൻ അമേരിക്ക വാറായി മാറുകയും, ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നതിന് വാറെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു ഓപ്പറേഷൻ എന്നാണ് നമുക്ക് അതിന് പറയാൻ കഴിയുക. വാർ എന്ന് പറയുമ്പോൾ അതൊരു ലാർജ് സ്കെയിലാണ്, വലിയൊരു ക്യാൻവാസ് ആണ്. അതല്ല, ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദൗത്യങ്ങൾ മാത്രമാണ്, മിഷൻസ് മാത്രമാണ്. അതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഒരു മിഷൻ മാത്രമായി ഇനി ട്രംപിന്റെ ഇത് ഒതുങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയ വാറാകും. അങ്ങനെ അപ്പുറത്തേക്ക് ഒരു വാറായി കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരം, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ട്. ചൈന നമ്മുടെ അതിർത്തിയിൽ കെട്ടിടം പണിയുന്നുണ്ട്. നമ്മുടെ ഒരു അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അത് ഞാൻ അതിലോട്ട് വരാനില്ലാണ് ചോദിച്ചിട്ട്, അത് ആക്ച്വലി എന്താ, ഷക്സ്ഗാം എന്ന് പറഞ്ഞൊരു സ്ഥലം ചൈന ഇന്ത്യയുടേത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം കൂടെ വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അതൊരു ചൈന ഇപ്പൊ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾ ക്ലെയിം ചെയ്യുന്നു, നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു വിടുന്നു. പക്ഷേ ഇത് അന്വേഷിച്ചപ്പോൾ ഇത് പാകിസ്ഥാൻ അവർക്ക് വിറ്റ സ്ഥലമാണ്, അങ്ങനെയുള്ളൊരു റിപ്പോർട്ട് കൂടെ ഇതിന്റെ പിറകിൽ വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിപ്പം നരേന്ദ്രമോദി അടിക്കാനൊരു വടിയായിട്ടാണ് പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത്. പക്ഷെ കള്ളമാണത്. എന്താന്ന് വെച്ചാല്, ഇത് ശരിക്കും പറഞ്ഞ ഈ ഷക്സ്ഗാം പ്രദേശം എന്ന് പറഞ്ഞ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും, അതായത് പാക് അധിനിവേശ കാശ്മീരിലുള്ള ഒരു പ്രദേശമാണിത്. പാക് അധിനിവേശ കാശ്മീർ എന്നാണ് പാകിസ്ഥാൻ പിടിച്ചെടുത്തത്? 1947. അന്ന് നരേന്ദ്രമോദിക്ക് ജനിച്ച വർഷമാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആ സമയത്താണ് അദ്ദേഹം ജനിക്കുന്നതെന്നാണ് പറയുന്നത്. ജനിച്ചപ്പോൾ പാകിസ്ഥാൻ കൊണ്ടുപോയി. നമ്മൾ കൊണ്ട് കൊടുത്തത് ഈ നരേന്ദ്രമോദി ജനിക്കുന്ന സമയത്ത്. പിന്നെ ഈ 1963 പാകിസ്ഥാൻ ഒരു എഗ്രിമെന്റ് വഴി 5180 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരുന്ന ഷക്സാങ് എന്ന് പറയുന്ന പ്രദേശം ചൈനയ്ക്ക് കൊടുക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ പേര് ചൈന പാക് അതിർത്തി ഉടമ്പടി എന്നാണ്. അതായത് 1963 എന്ന് പറയുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പോയിട്ട് അത് ഫൈറ്റ് ചെയ്ത് തിരിച്ചു മേടിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഈ രാജ്യത്തിന്റെ സ്ഥലങ്ങളെല്ലാം ചൈനയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ അടിയറ വെക്കുകയും അവരത് നിർബാധം വിറ്റുതുലയ്ക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അത് എന്തുകൊണ്ട് തിരിച്ചു പിടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത് പിടിച്ചേ പറ്റൂ, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കാണണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ വിദേശകാര്യ വക്താവ് ശ്രീമാൻ ജസ്വാൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന്. ഇത് ഓൾറെഡി 1963 ഇസ്ലാമാബാദ് ചൈനയ്ക്ക് കൊടുത്തതാണ്. അവരുടെ എഗ്രിമെന്റ് ഉണ്ട് അതിനകത്ത്, കൊടുത്ത സ്ഥലം. ഇത് ഏതാന്ന് വെച്ചാൽ നമ്മുടെയാണ് സ്ഥലം, നമ്മുടെ POK ആണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇന്നലെ നല്ലൊരു കമന്റ് ഞാൻ കേട്ടത് ശ്രീമാൻ രാജ്നാഥ് സിംഗിന്റെയാണ്. ഈ ഒരു വിഷയത്തെ കുറിച്ച് രാജ്നാഥ് സിംഗിന്റെ അല്ല, സോറി, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെയാണ്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു എന്തായാലും POK ഇപ്പൊ തീരാൻ പോവുകയാണ്, അപ്പൊ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാമെന്ന്.
അതായത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് തീരാൻ പോവുകയാണ് അധികം വൈകാതെ. അത് ശരി. അപ്പൊ പിന്നെ എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, പാകിസ്ഥാൻ തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോയേക്കാം, പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള വിഷയങ്ങളല്ലേ ഉള്ളൂ ബാക്കിയുള്ളതെന്ന് എന്ന് അദ്ദേഹം വളരെ രസികത്വം നിറഞ്ഞൊരു രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഇതും കൂടെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു നീക്കം കൂടെ നടക്കുന്നുണ്ട്. അതിർത്തിയിൽ ഈ വിഷയങ്ങൾ എക്കാലവും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ചൈനയുടെ കുറച്ചുകൂടെ മഞ്ഞുരുകുന്ന ഒരു ഭാഗം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്ത്രപ്രധാനപരമായ ഒരു അടുപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തുന്നുണ്ട്. അത് തന്ത്രപ്രധാനം മാത്രമാണ്, റിയൽ ലവ് അല്ല, റിയൽ പ്രണയവുമല്ല. പകരം അതായത് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ രണ്ടുപേരും താഴെ പോകും. അപ്പം നമുക്ക് തൽക്കാലം ഒന്നിച്ച് നിൽക്കാം, പിന്നീടുള്ള കാര്യം പിന്നീട് നമുക്ക് പരിഹരിക്കാം, അങ്ങനെ പറയുമല്ലോ നമ്മൾ. അതായത് പൊതു ശത്രുവിനെ നേരിടാനായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും, അത് കഴിയുമ്പോൾ നമുക്ക് ഭിന്നിച്ച് നിൽക്കാം എന്നുള്ള ഒരു മെത്തേഡിലാണ് മുൻപോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അവരുടെ നീക്കങ്ങളും ഒക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ചൈനീസ് കമ്പനികളുടെ ആ ഒരു ഉപരോധം ഇന്ത്യ നീക്കാൻ തുടങ്ങുന്നു ഇപ്പോഴെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതിയും വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. അതായത് എല്ലാവരും ഒരുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനിടയിൽ ശ്രദ്ധേയമായത് ഈ അറബ് നാറ്റോടെയാണ്. അത് ഏത് പരുവത്തിലാണ്? ഏതായാലും ഇതൊരു വലിയ യുദ്ധം ഈ ലോകത്ത് നടന്നാൽ അതോടുകൂടി ജിയോ പൊളിറ്റിക്സ് മാറും. ഇന്ന് കാണുന്ന സഖ്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകും. പിന്നെ വരുന്നത് പുതിയൊരു സഖ്യമായിരിക്കും. ആ സഖ്യത്തിൽ ആരെ, എവിടെ, എന്ത് എന്നുള്ളത് പിന്നീട് തെളിയും. പക്ഷെ ഇന്ത്യയുടെ ഇതുവരെയുള്ള നിലപാടുകളെല്ലാം കൃത്യമാണ്. കാരണം നമ്മുടെ കൈ കിടക്കുന്ന പൈസയും ചെലവാക്കി വല്ലവന്റെയും കാര്യത്തിൽ പോയി കിടന്ന് ഇടപെട്ട് നമ്മൾ മാനവും പോവും, പണവും പോവും, തെണ്ടിത്തിരിയുകയും ചെയ്യും. ആ ഇതിലൊന്നും പോയിട്ടില്ല ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്നലെ നരേന്ദ്രമോദി ഗുജറാത്തിൽ പട്ടം പറത്തതിന് ശേഷം നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയെ നോക്കൂ, സ്ഥിരമായി സാമ്പത്തിക വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് ഒരു കൊട്ടൂടെ കൊടുത്തിട്ടുണ്ട് ട്രംപിനകത്ത്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ അവിടെ വലിയ ഭാവം കാണിക്കാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ യോഗത്തിൽ ജർമ്മനിയിൽ നിന്നുള്ളത്, ഇസ്രായേലിൽ നിന്നുള്ളത്, ഒപ്പം തന്നെ ഈ പറയുന്ന റഷ്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരു യോഗമാണ്. അങ്ങനെ സംയുക്ത യോഗമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. പിന്നെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷകരൊക്കെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും, ബ്രിക്സിന്റെ പുതിയ അധ്യക്ഷ പദവി ഇന്ത്യക്കാണല്ലോ. ഇന്ത്യ അതിന്റെ ഒരു ലോഗോ പുറത്തിറക്കിയായിരുന്നു. താമരയാണ്. താമര വിട്ടൊരു കളിയില്ല. 2016 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി നമുക്കായിരുന്നു, അന്നും താമരയായിരുന്നു നമ്മുടെ എംബ്ലം. പക്ഷെ ഇത്തവണത്തെ താമര ഒരു രസമുള്ള ഒരു താമരയാണ്. അതായത് സെൻട്രലിലെ ഒരു കാവി അതളും, സൈഡിൽ റെഡ് ഉണ്ട്, ചൈനയുടെ റെഡ്, പിന്നെ നമ്മുടെ ഇന്തോനേഷ്യയുടെ പച്ച, റഷ്യയുടെ നീല, മഞ്ഞ, ബ്രസീലിന്റെ മഞ്ഞ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഒരു ലോഗോയാണ്. ഏതായാലും നമ്മളത് പറഞ്ഞിരിക്കുന്ന ലോഗോയെ കുറിച്ച് എസ് ജയശങ്കർ പറഞ്ഞത് എല്ലാ രാജ്യങ്ങളുടെയും സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലോഗോയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഇത് പറയാൻ കാരണം, ഇന്നലെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, താമര വിട്ടൊരു കളിയില്ല എന്നുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു തലക്കെട്ട്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെ അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്.